നമസ്കാരം. ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ആ സൗഹൃദത്തിൻ്റെ ഏറ്റവും പുതിയ അടയാളമായി മാറിയിരിക്കുകയാണ് അവീന്ദ്ര 2025 സംയുക്ത വ്യോമ അഭ്യാസം. കഴിഞ്ഞ ഒരാഴ്ചയായി ഇന്ത്യൻ ആകാശത്ത് നടന്ന ഈ പോരാട്ട വീര്യത്തിൻ്റെ സമാപനമാണ് ഇന്ന് നടന്നത്. എന്താണ് അവീന്ദ്ര? എന്തുകൊണ്ടാണ് ഈ അഭ്യാസം ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നത്? പരിശോധിക്കാം. 2014 അവീന്ദ്ര എന്ന പേരിൽ ഇന്ത്യയും റഷ്യയും ചേർന്ന് വ്യോമാഭ്യാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് സാധാരണയായി ഇത് നടക്കാറുള്ളത്. ഒന്ന് റഷ്യയിലും മറ്റൊന്ന് ഇന്ത്യയിലും. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച വിമാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളുടെയും പൈലറ്റുമാർക്ക് ഒരേ തരം വിമാനങ്ങൾ പറത്തുന്നതിലും അവയുടെ സാങ്കേതിക വശങ്ങൾ പങ്കുവെക്കുന്നതിലും വലിയ താൽപ്പര്യമാണുള്ളത്. ഈ വർഷത്തെ അഭ്യാസം കൂടുതൽ പ്രസക്തമാകുന്നത് ആധുനിക യുദ്ധമുഖത്തെ ഡിജിറ്റൽ വെല്ലുവിളികൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ്. ഈ വർഷത്തെ അവീന്ദ്രയിൽ പങ്കെടുത്ത യുദ്ധവിമാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായ സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളായിരുന്നു മുൻനിരയിൽ. റഷ്യൻ നിർമ്മിതമാണെങ്കിലും ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ ചേർത്ത പരിഷ്കരിച്ച പതിപ്പാണ് ഇവ. കൂട്ടിന് ഇന്ത്യയുടെ അഭിമാനമായ തദ്ദേശീയ നിർമ്മിത യുദ്ധവിമാനം തേജസ് കൂടി എത്തിയതോടെ ആവേശം ഇരട്ടിയായി. റഷ്യൻ ഫെഡറേഷൻ എയ്റോസ്പേസ് ഫോഴ്സിലെ വിദഗ്ധരായ പൈലറ്റുമാർ മിഗ് വിമാനങ്ങളുമായാണ് എത്തിയത്. വെറും പറക്കൽ പ്രകടനങ്ങൾ മാത്രമല്ല ഇവിടെ നടന്നത്, മറിച്ച് ഡോഗ് ഫൈറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ആകാശ യുദ്ധങ്ങൾ, ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിച്ച് ആക്രമണം നടത്തുക, രാത്രികാല ഓപ്പറേഷനുകൾ എന്നിവയിൽ ഇരുവിഭാഗവും കൃത്യത തെളിയിച്ചു. Mi-17 ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളും അഭ്യാസത്തിൻ്റെ ഭാഗമായിരുന്നു. എന്താണ് ഇത്തരം അഭ്യാസങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് ലഭിക്കുന്ന ഗുണം? ഉത്തരം ലളിതമാണ്. ഇൻ്റർ ഓപ്പറബിലിറ്റി. അതായത് ഭാവിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ റഷ്യൻ സേനയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യൻ സേനയെ ഇത് സജ്ജമാക്കുന്നുണ്ട്. മാത്രമല്ല, ഭീകരവാദം നേരിടുന്നതിനും തന്ത്രപരമായ ആകാശ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പുതിയ യുദ്ധതന്ത്രങ്ങൾ പഠിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. റഷ്യയുടെ പക്കലുള്ള ഏറ്റവും പുതിയ യുദ്ധതന്ത്രങ്ങളും ഇന്ത്യയുടെ കൈവശമുള്ള ആധുനിക മിസൈൽ വിന്യാസങ്ങളും പരസ്പരം മനസ്സിലാക്കാൻ ഈ 7 ദിവസങ്ങൾ പൈലറ്റുമാർ പ്രയോജനപ്പെടുത്തി. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും റഷ്യയുമായുള്ള പ്രതിരോധ സഹകരണം ഇന്ത്യ ശക്തമായി തുടരുന്നു എന്ന വലിയ സന്ദേശമാണ് അവീന്ദ്ര 2025 നൽകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് അടുത്ത ബന്ധമുണ്ടെങ്കിലും പ്രതിരോധ കാര്യത്തിൽ റഷ്യയുമായുള്ള ഈ പങ്കാളിത്തം ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിൻ്റെ ഭാഗമാണ്. ആകാശത്ത് തീർത്ത ഈ സൗഹൃദം അതിർത്തികളിൽ ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അവീന്ദ്ര 2025 അവസാനിക്കുമ്പോൾ ഇത് വെറുമൊരു അഭ്യാസ പ്രകടനമല്ല, മറിച്ച് 2 ലോകശക്തികൾ തമ്മിലുള്ള വിശ്വസ്തതയുടെ പ്രഖ്യാപനം കൂടിയായി മാറുന്നു. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.